ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. നമ്മളെ എല്ലാ ടീമുകളും ഇന്നുണ്ട്, നമ്മളെ ബ്രദേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ വൈഫ് എല്ലാവരും കൂടെ ഒരു വൈകിട്ടായിട്ടൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി, കുഞ്ഞിപ്പെണ്ണ് റെഡിയായി, എല്ലാം റെഡിയായി കഴിയുന്നവരെ ഉണർന്നിരുന്നു. അവൾ ഇറങ്ങിയപ്പോൾ സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. ഇത് നമ്മുടെ ഒരു ചേട്ടനാണ്, ശരത്ത്. പിറകെ വരുന്നത് ഞങ്ങൾ അക്കച്ചിരുമോളാണ്. പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ ഓൾ ടീം. ഇതാണ് പുതിയ അച്ഛനാവാൻ പോകുന്ന വ്യക്തി. ഇതാണ് നമ്മുടെ നമ്മുടെ അറബിയുടെ ചെലവാണെന്ന്. അറബിയുടെ ചെലവാണ്. നമ്മൾ പോവാനായിട്ട് റെഡി ആയിക്കാണ്, ഇനി പോയാൽ മതി. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കൊള്ളത്തില്ല. നമ്മളും ബേക്കിൽ പിള്ളേർ സെറ്റ്, നമ്മളെല്ലാവരും കൂടെ ഒരു വണ്ടി, അവരെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ പോയി. ഇത് സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയത്തില്ല. ആകെപ്പാടെ 5 പോയി കഴിക്കാം എന്നല്ലാതെ വേറെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവർ വണ്ടി എങ്ങോട്ടൊക്കെ തിരിയുന്നു അതിനനുസരിച്ച് മാത്രം നമ്മൾ തിരിയുന്നു, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് ഇവർ മിസ്സായി ഈ സിഗ്നൽ വെച്ചിട്ട്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു, നമ്മളിവിടെയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അല്ലറബിച്ച് വൈകി നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഒരു ഡിന്നർ സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ ഇറങ്ങി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പുൽക്കൂടും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ മഞ്ഞ ചെയർ കണ്ടോ, അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ കറങ്ങാം, അടിപൊളിയാണ്. നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തിരിക്കാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കുക. അവർ തന്നെ എല്ലാവർക്കും റെഡിയാക്കി തന്നു കേട്ടോ. ചെയറെല്ലാം പിടിച്ചിട്ട് ഞങ്ങളെ ഒരിടത്തോട്ട് സെറ്റ് ചെയ്തു. നമ്മളെല്ലാവരെയും കൂടെ കണ്ട് അവർ പേടിച്ച് കാണും. നമ്മളെല്ലാവരെയും കൂടെ പിടിച്ചിരുത്തി. അങ്ങനെ എല്ലാവരും ഓരോരോ സ്ഥാനങ്ങളൊക്കെ ഉറപ്പിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കയ്യിലും അടുത്ത വാവേരെ അമ്മേരെ കയ്യിലുമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അമ്മേരെ അക്കച്ചിയുടെ കയ്യിലിരിക്കുന്നു, ഞാൻ അവിടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റേറ്റ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഖജാഞ്ചികൾ. അവളവിടെ കിടന്ന് മടുത്ത്. നമ്മൾ ഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഇത് പക്ഷേ അവളുടെ അല്ല കേട്ടോ, അത് അവൻ്റെയാണ്. അവൻ്റെ ജിറാഫാണ്, ജിറാഫ്. ഞങ്ങളാദ്യം കരുതിയത് മാനാണെന്നാണ്. ഞങ്ങളല്ല, എൻ്റെ കെട്ടിയവൻ പറഞ്ഞത് മാനാണ്. അവസാനം 2 എണ്ണവും വിഷയം ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പതുക്കെ 2നെയും തൂക്കിയെടുത്ത് പാൽ കൊടുക്കാൻ പോയി. ആ സമയത്ത് വന്ന ഡിഷുകളായിരുന്നു ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാൻ പറ്റിയില്ല. അവസാനം നമ്മൾ പാലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കൊച്ചിൻ്റെ അച്ഛനെ ഉറക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കുന്നു. എനിക്ക് കണ്ടില്ലേ, നനഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഭീമാകാരം ബില്ല് വന്നിരിക്കുന്നു. ഇത് സത്യത്തിൽ ഏറ്റവും ലാസ്റ്റ് കഴിച്ച ഞാൻ മാത്രമാണ്, ഞാൻ ഒറ്റയ്ക്ക്. എല്ലാവരും കൂടെ എന്നെ ചുറ്റും ഇരുന്ന് ട്രോളുമാണ്. ഇത്രയും പൈസയ്ക്ക് ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചതെന്ന് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ കെട്ടിയവനും എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചുറ്റിനിരുന്ന് ഇങ്ങനെ ട്രോളുക കണ്ടോ. ഇതൊക്കെ ആര് കഴിച്ചതാണെന്നോ ഇതൊക്കെ എന്തായിരുന്നെന്നോ ഞാൻ കണ്ടില്ല. എൻ്റെ പുത്രി അത്രയ്ക്ക് വിഷയമായിരുന്നു, അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് അക്കച്ചീനെ ഏൽപ്പിച്ചു. അക്കച്ചിയാണ് കൊണ്ട് നടന്ന് ഉറക്കിയത്. ഇവരെല്ലാവരും കൂടി എന്നിട്ട് കളിയാക്കുക, ഞാനാണ് ഇത്രയും കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ട്രോളുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്.